കോഴിക്കോട് ഫറൂഖിൽ നിന്നും കഴിഞ്ഞ 24-ാം തീയതി പുറത്തു വന്ന ഒരു വാർത്ത ഇത് കേട്ടവരുടെയെല്ലാം നെഞ്ച് തന്നെ തകർത്ത് കളഞ്ഞു. കാരണമെന്തെന്നാൽ സ്വന്തം ഭാര്യയെ ജബ്ബാർ എന്ന ഈ യുവാവ് അതിദാരുണമായി വെട്ടുകത്തികൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ചു എന്ന വാർത്ത. 8 വർഷത്തോളമായി വിവാഹം കഴിഞ്ഞിട്ട് അതിനിടയിൽ ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ പതിവായി ഉയർന്നു വന്നു. നിരന്തരമായി ഭാര്യയെ ആക്രമിച്ചുകൊണ്ടിരുന്നു ജബ്ബാർ എന്ന ഈ യുവാവ്. 24-ാം തീയതി ഇയാൾ ചെയ്തത് അതിക്രൂര പ്രവർത്തനം തന്നെ. അത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതറിയുമ്പോഴാണ് ചങ്ക് പൊട്ടുക. നമ്മൾ പലതരം വാർത്തകളും കേട്ടു. ഭാര്യ വഴിവിട്ട ബന്ധങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി എന്നുള്ള വാർത്തകൾ. എന്നാൽ ഇവിടെ സംഭവിച്ചതെന്താണെന്നറിഞ്ഞോ? 8 വർഷത്തോളമായി വിവാഹം കഴിഞ്ഞിട്ട് ഇയാൾ കുറച്ച് മാസങ്ങളായി ഇതുവരെ ജോലിക്ക് പോയിട്ടില്ല. കടുത്ത ലഹരി ഉപയോഗം ശീലമാക്കി മാറ്റിയ ഇയാൾ ഒരു ദിവസം ലഹരി കിട്ടാതെ വലഞ്ഞു. കയ്യിൽ പണമില്ലാത്ത അവസ്ഥ വന്നപ്പോൾ തൻ്റെ ഭാര്യയോട് പണം ആവശ്യപ്പെട്ടു. സ്വയം ജോലിക്ക് പോകാത്ത ഇയാൾ തൻ്റെ ഭാര്യയോട് എങ്ങനെയാണ് പണം ആവശ്യപ്പെട്ടത് എന്നറിഞ്ഞോ? 2 മക്കളുള്ള ഇവർ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്ന വേളയിലാണ് മുനീറ എന്ന ഈ യുവതി തൻ്റെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലിക്കായി പ്രവേശിക്കുന്നത്. അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ ഒരു വരുമാനം കൊണ്ടാണ് ജബ്ബാർ എന്ന ഈ ക്രൂരനായ മനുഷ്യനെയും അയാളുടെ 2 മക്കളെയും ഉൾപ്പെടെ ഈ സഹോദരി പോറ്റിക്കൊണ്ടുവന്നത്. ഇത് ആദ്യമായല്ല, വർഷങ്ങളായി ഇയാൾ മുനീറയെ ഉപദ്രവിക്കുമായിരുന്നു. അങ്ങനെ ഇത് പോലീസ് കേസാകുക പോലും ചെയ്തു. എന്നാൽ തൻ്റെ 2 മക്കളുടെ ഭാവി ആലോചിച്ച് വീണ്ടും ഇയാളുടെ കൂടെ ജീവിക്കുവാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു മുനീറ ചെയ്ത ആദ്യത്തെ തെറ്റ്. ഇയാളുടെ സ്വഭാവം വീണ്ടും വഷളായി വന്നു. അങ്ങനെ ആ ദാരുണ സംഭവം നടന്ന ദിവസം തൻ്റെ ഭാര്യയ്ക്ക് കിട്ടുന്ന തുച്ഛമായ ആ വരുമാനം ലക്ഷ്യമാക്കിയായിരുന്നു ഇയാൾ വീട്ടിലേക്കെത്തിയത്. തുടർന്ന് ഭാര്യയോട് പണം ആവശ്യപ്പെട്ടപ്പോൾ തൻ്റെ മക്കളുടെ ഭക്ഷണത്തിന് പോലും വഴിയില്ലാത്ത അവസ്ഥ വരും എന്നുള്ള ഒറ്റ കാര്യം ആലോചിച്ച് കയ്യിലുള്ള തുച്ഛമായ കാശ് നൽകാൻ മുനീറ തയ്യാറായില്ല. അതേ തുടർന്ന് ഇയാൾ ചെയ്ത കണ്ണിൽ ചോരയില്ലാത്ത ആ പ്രവർത്തനം ഈ യുവതിയുടെ ജീവൻ തന്നെ തകർത്തു കളഞ്ഞു. വെട്ടുകത്തിയെടുത്ത് തൻ്റെ ഭാര്യയെ തലങ്ങും വിലങ്ങും വെട്ടുകയായിരുന്നു ഇയാൾ. ഗുരുതര അവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച മുനീറ ഇന്നലെ മരണപ്പെട്ടു. നോക്കൂ, ലഹരി ഉപയോഗം എങ്ങനെ കുടുംബം തകർത്ത് കളയുന്നു എന്നുള്ളത്. ഈ വേളയിൽ ഇവർക്ക് ഭാര്യയെയും മക്കളെയും മാതാപിതാക്കളെയും തിരിച്ചറിയുവാനുള്ള മാനസിക അവസ്ഥ ഉണ്ടാകില്ല. ഇവർക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരിക്കും ആ സന്ദർഭങ്ങളിൽ ഉണ്ടാകുക, തങ്ങളുടെ ലഹരി. അത് ലഭിക്കാൻ എന്ത് ക്രൂര കൃത്യവും ചെയ്യാൻ ഇവർ മടി കാണിക്കുകയുമില്ല. ജബ്ബാർ എന്ന ഈ ക്രൂര മനുഷ്യന് നിയമം നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെ നൽകണമെന്നാണ് ഇവരുടെ പ്രദേശവാസികളുടെ കോടതിയോടുള്ള താഴ്മയായ അഭ്യർത്ഥന. നഷ്ടപ്പെട്ടത് 8ഉം 6ഉം വയസ്സുള്ള 2 പെൺമക്കൾക്ക്. അവരുടെ കാര്യമാണ് ഇതിൽ വലിയ ദുഃഖഭാരമുണ്ടാക്കുന്നത്. മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ വരെ ജീവിക്കാൻ ശ്രമിക്കാതെ ബുദ്ധിമുട്ടിച്ചിട്ട് ലഹരി ഒരു വില്ലനായി മാറാണ്. അപ്പോൾ ഇതിനെതിരെ നിങ്ങൾ മീഡിയക്കാരും നിയമവും ശക്തമായിട്ട് നേരിട്ട് ഈ ലഹരിനെ സമാധാനമായിട്ട് ജീവിക്കുന്ന പോലെ മേത്തേക്ക് കയറുന്ന പോലെ ഒഴിവാക്കി തരണം. അവർക്കെതിരെ നല്ലൊരു നിയമ നടപടി തന്നെ വരണം. നമ്മുടെ ഏരിയ പറഞ്ഞാൽ ഫറൂഖ് കോളേജ് കോടമ്പിയ ഏരിയയിൽ ഭയങ്കര ലഹരി സെയില് അതുപോലെ ഉപയോഗിക്കുന്ന പുതിയ തലമുറനെ അതിലേക്ക് കൊണ്ടുവരിക. കാരണം കൊണ്ടുവന്നാൽ ഓൽക്ക് കസ്റ്റമർ കൂടുകയാണ്. അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഈ മരിച്ചുപോയ സഹോദരി മുനീറ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയിട്ട്, മക്കൾക്കും വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹനം സഹിച്ചിട്ട് മുന്നോട്ട് പോയതാണ്. ഒരു വട്ടം എല്ലാവരും പറഞ്ഞ് എനിക്ക് പോകണ്ട, അല്ല മക്കളെ ഭാവി ആലോചിച്ചിട്ട് പോയ ആ സഹോദരിയാണ്, നല്ല മോൾക്ക് ജീവിച്ച ആ സഹോദരിയാണ് ഇതുപോലെ ചെയ്തത്. ഇനി